കൊണ്ട് തന്നെ ഇത്രയും ശ്രദ്ധേയമായിട്ടുള്ള പരിപാടികൾ നടത്താമെന്നുള്ള സന്ദേശം കൂടെ ഉണ്ടോ എന്നുള്ളതാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് ഏറ്റവും പാവപ്പെട്ട ആളുകൾ വസിക്കുന്ന പഞ്ചായത്ത്. ഒരു പക്ഷേ ആലപ്പുഴ ജില്ലയിൽ EMS ഭവന പദ്ധതിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വീട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ഞങ്ങളാണ്. 1200 ആളുകൾക്കാണ് വീട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഞങ്ങൾ ഈ EMS ഭവന പദ്ധതി എല്ലാ അർത്ഥത്തിലും 4 ഗ്രാമസഭകൾ തന്നെ വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തിയാണ് EMS ഭവന പദ്ധതിയുടെ ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. ആ ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കി വന്നപ്പോൾ ഒരുപാട് വീടുകൾ കണ്ടു, ഒരുപാട് പേർക്ക് വീട് കൊടുക്കേണ്ടതായി വന്നു. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ആ വർഷത്തെ എല്ലാ പദ്ധതിയും ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് ഈ വീട് കൊടുക്കാൻ വേണ്ടി, അതെ, കഴിഞ്ഞ ഇയർ കൊടുക്കാൻ വേണ്ടി 44% തുക മാറ്റിവെച്ചു. അതുപോലെ നിങ്ങളുടെ ഈ കണക്കിൻ്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയാണ് നിങ്ങൾ ഈ വയലിലെ തരിശ് ഇല്ലാതാക്കുന്ന പ്രവർത്തനത്തിൽ നിങ്ങൾ ഉപയോഗിച്ചത്. അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു അതിന് മുമ്പേ ഉള്ള ഫോം ആണ്, അതിന് മുമ്പാണത്. ഇപ്പോൾ ഞങ്ങൾക്ക് ശരാശരി 43 തൊഴിൽ ദിനം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇനി മാർക്സിലേക്ക് കിടക്കാം. മാർക്കിടുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. സജി ഉത്തരം പറയരുത്, ബാക്കിയുള്ളവർ പറഞ്ഞാൽ മതി. ഇത് മുഴുവൻ പ്രസിഡൻറ്റിൻ്റെ ഒരു താല്പര്യമാണോ, അതോ എത്രമാത്രം കൂട്ടായ്മയുണ്ട് ഇതിൻ്റെ പിന്നിൽ? തീർച്ചയായിട്ടും ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി മുഴുവൻ ഞങ്ങളുടെ പ്രസിഡൻറ്റിൻ്റെ കൂടെ ഉണ്ട്. ഇതൊരു കൂട്ടായ്മയായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് സാർ. ഇതിനകത്ത് പല പ്രവർത്തനങ്ങളും ഭയങ്കര എതിർപ്പ് സൃഷ്ടിക്കാവുന്ന പ്രവർത്തനങ്ങളാണ്. നിങ്ങൾ വ്യത്യസ്ത പൊളിറ്റിക്കൽ പാർട്ടികളിലുള്ളവരുണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരുടെയും പിന്തുണ ഇതിനുണ്ടാവുമോ? എല്ലാവരുടെയും പിന്തുണ. എന്നാൽ ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെയുള്ള പിന്തുണയാണ് ഞങ്ങളുടെ. അതെ, ജനോപകാരം വേറെ രാഷ്ട്രീയം വേറെ എന്നൊരു യാഥാർത്ഥ്യവും ഉണ്ട്. അവിടെ രാഷ്ട്രീയം ഞങ്ങൾ നോക്കാറില്ല സാർ. നോക്കാറില്ല. അതിന് നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾ, സജിമിണ്ടരുത്, നിങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ കിട്ടുമോ അതിന്? തീർച്ചയായിട്ടും. ഇപ്പം ഈ നിലം നികത്തുന്നതും മണൽ മാഫിയയും എല്ലാം വളരെ ശക്തമായിട്ടുള്ള ഗ്രൂപ്പുകളാണ്. അവർക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സ്വാധീനിക്കാൻ കഴിയും. ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയുന്നുണ്ട്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ നിലം നികത്തുന്നതിനും മണ്ണെടുക്കുന്നതിനും ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഒറ്റ കെട്ടായിട്ട് നിന്നുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭരണം മാറിയാലും ഇത് നിലനിർത്താൻ സാധിക്കുമോ? പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഇതുവരെ ഭരണം മാറിയിട്ടില്ല. അത് ശരി. രാഷ്ട്രീയപരമായിട്ട് ഒരേ കാഴ്ചപ്പാടുള്ളവരാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ അഴിമതി രഹിത പഞ്ചായത്തും കൂടെ ആക്കുകയാണെങ്കിൽ എതിർപ്പ് പിന്നെയും കൂടും. എതിർപ്പുകൾ ഉണ്ടാവുന്നുണ്ടല്ലോ, അതിനെയൊക്കെ ഞങ്ങൾ അതിജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിജീവിക്കാൻ ഈ മരിക്കുന്നെങ്കിൽ അസ്വാഭാവികമായിട്ട് മരിക്കുന്നെങ്കിൽ ടിപ്പറടിച്ച് മരിക്കാനാണ് ഞങ്ങൾ. അതാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് സാറേ. അതൊരു വ്യക്തിനിഷ്ഠ സമീപനമാണ്. ഞങ്ങളുടെ ഒരു പ്രസിഡന്റിന് അങ്ങനെ രക്തസാക്ഷിയാകാം, പഞ്ചായത്തിൽ കൂടെ രക്തസാക്ഷിയാകാൻ എല്ലാവരെയും കിട്ടണം, എങ്കിൽ മാത്രമേ വിജയിക്കൂ. സാർ പറയും. ജനപ്രതിനിധികൾ മാത്രമല്ല, പാലമേൽ ഗ്രാമപഞ്ചായത്ത് എടുത്തിരിക്കുന്ന എല്ലാ പദ്ധതികളും അത് ജനകീയ കൂട്ടായ്മകളിലൂടെ തന്നെയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് ബലമായി നിൽക്കുന്നത് ജനകീയ കൂട്ടായ്മകൾ തന്നെയാണ്. അതായിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് നമുക്ക് സസ്റ്റൈനബിൾ ആക്കാൻ സാധിക്കുകയുള്ളൂ. 15-ൽ 14 മാർക്ക്, 15-ൽ 13.5, 10-ൽ 9, 10-ൽ 8.5, 10-ൽ 9. 60-ൽ 54 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത് പാലമേൽ പഞ്ചായത്തിന്. ഇപ്പം എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. അവിടെ എല്ലാവർക്കും തീർച്ചയായും നിങ്ങൾക്കും ഇവരുടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. നിങ്ങൾക്കും ഇവരെ സപ്പോർട്ട് ചെയ്യാനായി SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് PLML സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. തേക്കുകുഴിയുടെ വക്കത്തെ മുരിക്കിൻകാലിനടുത്തെത്തിയപ്പോൾ ഗോവിന്ദൻകുട്ടി ഒരു നിമിഷം നിന്നു. താഴെ 3 കണ്ടവും ഒരു വള്ളും ചേർന്ന ചെറുകൂടുന്നിലും കതിരാടി കൊണ്ട് നിൽക്കുകയാണ്. MTയുടെ അസുരവിത്തിലെ വരികളാണിവ. ഇന്നത്തെ തലമുറയ്ക്ക് ഇത് വായിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായും ഒരു കാർഷിക ഡിക്ഷണറിയുടെ സഹായം ആവശ്യമാണ്. മാറിയ ജീവിത രീതി ഇങ്ങനെ കുറെ വാക്കുകളെയും അപ്രത്യക്ഷമാക്കിയിരിക്കുന്നു. ഗ്രാമങ്ങളിലെ വികസനം ഒരർത്ഥത്തിൽ ഭാഷയെ തിരിച്ചു പഠിക്കാനുള്ള ശ്രമം കൂടിയാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. മറ്റൊരു ഗ്രാമത്തിന്റെ മനോഹരമായ കാഴ്ചകളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.